വോട്ട് ചെയ്തോ? വോട്ട് ചെയ്ത് വരുവാണോ? ജനാധിപത്യ ചേരിക്ക് എന്നും അനുകൂലമാണ് ഉയർന്ന പോളിംഗ് ശതമാനം. ഒരു സംശയവും വേണ്ട. പലയിടത്തും ഡിലേ അന്ന് കണ്ടു. ഇന്ന് എൻ്റെ അറിവിൽ 4 ബൂത്തിൽ വീണ്ടും ഡിലേ വന്നിരിക്കുക. ആൾക്കാർ ക്യൂ നിൽക്കുക. ഇത് എത്രയും പെട്ടെന്ന് നടപ്പാക്കണം എന്നുള്ളത് ഞാൻ അഭ്യർത്ഥിക്കുന്നു. സാറിൻ്റെ ഓർമ്മ ഓട്ടാവും. ചേച്ചി ഒരുപാട് സ്ഥലത്ത് പ്രചരണത്തിന് പോയിരുന്നല്ലോ. എന്താണ് ഒരു പൊതു ട്രെൻഡ് മനസ്സിലാക്കുന്നത്? പ്രത്യേകിച്ച് തിരുവനന്തപുരം, വടകരയൊക്കെ അല്ല, എല്ലായിടത്തും പ്രചരണത്തിന് പോയിരുന്നല്ലോ. എന്താണ് ഒരു പൊതു ട്രെൻഡ് മനസ്സിലാക്കുന്നത്? ഇത്തവണ UDF-നും ഇന്ത്യ മുന്നണിക്കും വലിയൊരു ട്രെൻഡാണ് നമുക്ക് കാണാൻ സാധിച്ചത്. കാര്യം BJP സംഘ് പരിവാറിനെതിരെ ശക്തമായി പോർമുഖത്തുള്ളത് കോൺഗ്രസ് പാർട്ടിയാണ്. അതുകൊണ്ട് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, ഒരാൾ പോലും വോട്ട് ചെയ്യാതിരിക്കരുത്. ഇത്തവണ നാം വോട്ട് ചെയ്യുന്നത് നമ്മുടെ ജനാധിപത്യം നിലനിർത്താൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ മതേതരത്വം നിലനിർത്താൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ രാജ്യത്തിൻ്റെ ആത്മാവിനെ തിരിച്ചു പിടിക്കുവാൻ വേണ്ടിയിട്ടാണ്. ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞപ്പോഴേ അതിനകത്ത് ഇവിടെ ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജാണ്. അതിനാർക്കും സംശയം വേണ്ട. ഇവിടെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുവാൻ തങ്ങളുടെ മുന്നണിയെക്കുറിച്ച് ചിലർക്ക് അഭിപ്രായമില്ല. അതുകൊണ്ട് ഇന്ന് ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞാൽ ഫ്രാൻസിസ് ജോർജ് ആണ്. കോട്ടയത്ത് ഓട്ടോറിക്ഷയാണ് ഇന്ത്യ മുന്നണിയുടെ ചിഹ്നം. പക്ഷെ പത്രപരസ്യം വന്നത് ചെയ്യാൻ പറ്റും. തോൽക്കുമെന്ന് പേടിയുള്ളത് അങ്ങനെ പലതും ചെയ്യും. ബോർഡ് പോലും എഴുതി. ഞാൻ ചോദിക്കട്ടെ, ചിഹ്നം കണ്ടിട്ടുണ്ടോ? അക്രമം അഴിച്ചുവിടുന്നത്, ആലപ്പുഴയിൽ LED വാഹനം മുഴുവൻ തല്ലി തകർത്തു, അതിൻ്റെ ഡ്രൈവറിനെ തല്ലുന്നു, CR മഹേഷിനെ എറിഞ്ഞ് താഴെ വീഴ്ത്തുന്നു. അപ്പം ഇതൊക്കെ എല്ലാവരും മനസ്സിൽ കരുതി വോട്ട് ചെയ്യും.